അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാന്യമുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശാലമായ ആമുഖത്തിലേക്കൊന്നും കടക്കാതെ തന്നെ നബിദിനം മത ആചാരങ്ങൾക്കപ്പുറമേ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രത നൽകപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ജുമാ ദിവസം. അതിന് ഇത്രമേൽ പവിത്രത നൽകാൻ കാരണം തന്നെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ കാരണമായി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഒരു മഹദ് വ്യക്തിത്വമാണ് എന്ന് നാം തീർത്തും മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. മഹാനായ ഹാവിയൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടാടുകയും നബിദിന ആഘോഷത്തിൽ അല്ലെങ്കിൽ നബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുക എന്നുള്ളത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഒരു സദ്പ്രവർത്തനത്തിൽ പെട്ടതാണ് എന്ന് ഹാവിയൽ ഫതാവയിൽ മഹാനായ സുയൂത്തി ഇമാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹബീബാകുന്ന മുത്തുനബി തങ്ങളെ പറ്റി തന്നെ വിശുദ്ധ ഖുർആനിൽ ഖുൽ ബിൽ ഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് ഹബീബ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുന്നു, ഇതിൽ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സന്തോഷിക്കലാണ് എന്നുള്ളത്. അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനത്തെ കൊണ്ടാടുക എന്നുള്ള ഒരു കർത്തവ്യത്തിൽപ്പെട്ടത് തന്നെയാണ് മൗലിദ് കഴിക്കുക എന്നുള്ളത്. ആ മൗലിദ് കഴിക്കൽ ബിദ്അത്താണ് എന്നും അത് അനാചാരത്തിൽപ്പെട്ടതാണ് എന്നുമെല്ലാം ഈ ബിദ്അവാദികളാകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കൊണ്ടാടുന്ന ഓരോ ബിദ്അകളും പ്രസ്താവന ഉൾക്കൊള്ളിക്കുകയാണ്. ഇത് തീർത്തും അനാചാരമാണ്. നബിദിന ആഘോഷം എന്നുള്ളത് അത് അനാചാരമാണ് എന്ന അവരുടെ പ്രസ്താവനയെ തീർത്തും അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മളുടെ ഇക്കാലഘട്ടത്തിൽ നാം എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മൗലിദ് കഴിക്കൽ അത് ബിദ്അത്തുൽ ഹസനയാണ് എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെല്ലാം ഉരവിട്ട ഓരോ ഗ്രന്ഥ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നുമെല്ലാം ഈ ബിദ്അത്തുൽ ഹസന എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നും ബിദ്അത്ത് എന്ന വാക്കിനെ മാത്രം അടർത്തിയെടുത്ത് ഹസനി എന്നതിനെ തീർത്തും തള്ളപ്പെട്ട് ഈ മുസ്ലിം സമൂഹത്തിൽ പുത്തനാശയം അവർ പരത്തുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പാവങ്ങളാകുന്ന മുസ്ലിം സമൂഹം അതിലേക്ക് വഴിതിരിഞ്ഞു പോവുകയും ആ പറയുന്ന വാക്കുകളെ ഗണ്ണിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കാതെ അതിനെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇന്ന് ഈ മുസ്ലിം സമൂഹം തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ സുയൂത്തി ഇമാമും അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും അടങ്ങുന്ന ഓരോ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മീലാദ് മൗലിദ് ആഘോഷം എന്നുള്ളത് അത് ബിദ്അത്തുൽ ഹസനയാണ്, അത് സുന്നത്തായ ഒരു കർമ്മമാണ്. പണ്ഡിതന്മാർ 5 പ്രസ്താവനകൾ നൽകപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സുന്നത്തായ ഒന്ന് തന്നെയാണ് എന്ന് പഠിപ്പിച്ചു തരുന്നു. അതെല്ലാം തെറ്റിദ്ധാരണകളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലെങ്കിൽ ബിദ്അത്ത് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നിനെ കൊണ്ടുവരലാണ് എന്നുള്ളതെങ്കിൽ വിശുദ്ധ ഖുർആൻ
തീർത്തും ഒരു ബിദഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം വിശുദ്ധ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നായിരുന്നു ക്രോഡീകരണം ഈ വിശുദ്ധ ഖുർആനിൻ്റെത്. എന്നാൽ ആ ക്രോഡീകരണം ഇക്കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീർത്തും ബിദഅത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നുമെല്ലാം നാം ഖൈറായ കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.